നമുക്കൊന്ന് വൈകുന്നേരത്തെ ചായയോടെ കഴിക്കാൻ ഒരു വെറൈറ്റി സാധനം ഉണ്ടാക്കിയാലോ? വേറെ ഒന്നുമല്ല, സോയാബീൻ കട്ട്ലേറ്റ്. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണേ, എന്താവുന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം. പിന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സോയാബീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മെഷറിംഗ് കപ്പിൽ 1 കപ്പും കുറച്ചും കൂടി കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സോയാബീൻ നമുക്ക് ചൂടുള്ള വെള്ളത്തിലിട്ടൊന്ന്, അവിടെ വെള്ളം നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച സോയാബീൻ ഇട്ട് കൊടുക്കാം. കട്ട്ലേറ്റ് കോട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു 7-8 ബ്രെഡ് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മിക്സിയിലിട്ട് നല്ല രീതിയിൽ പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ തിളച്ച വെള്ളത്തിലേക്കിട്ട സോയാബീനില്ലേ, അത് നല്ല രീതിയിൽ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടുവെള്ളത്തിൽ നിന്ന് മാറ്റി നമുക്ക് നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇടാം. ഈ തണുത്ത വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് കിടന്നതിന് ശേഷം ഇത് നല്ല രീതിക്ക് പിഴിഞ്ഞ് വെള്ളം കളഞ്ഞ് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചു വെച്ച സോയാബീൻ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു വലിയ സവാള ചെറുതാക്കി എരിഞ്ഞത്, 2-3 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ്, ഇതെല്ലാം ചേർത്ത് കൈവച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ. ഇനി നമുക്ക് മൈദ ബാറ്റർ റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് കുറച്ച് മൈദ, ഉപ്പ്, വെള്ളവും കൂടിയും ചേർത്ത് നല്ല ലൂസായിട്ട് ബാറ്റർ റെഡിയാക്കി എടുക്കാം കേട്ടോ. കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ ലൂസായിട്ട്. ഇനിത്തെ പരിപാടി കട്ട്ലേറ്റ് ഷേപ്പാക്കി എടുക്കുക. ഞാനിവിടെ എല്ലാം റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ ആക്കിയെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. നമ്മളതൊന്ന് മൈദ ബാറ്ററിൽ നല്ലോണം ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലിട്ട് നല്ല രീതിയിൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി വേറെ ഒന്നുമില്ല, പാൻ വയ്ക്കുക, ഓയിൽ ഒഴിക്കുക. ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഒരു കാരണവശാലും ഇടരുത്, കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട്. 2 ബാച്ചസ് ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ ഒരു ഐറ്റം എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണേ, അടിപൊളി ഐറ്റമാണ്. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, ടാറ്റാ.